ശ്രീ ഗുരുഭ്യോ നമ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് അമൃതബിന്ദോപനിഷത്തിലെ ഒരു ശ്ലോകം നോക്കാം. മനം ഏവ മനുഷ്യാണാം കാരണം ബന്ധ മോക്ഷയോഹോ. മനുഷ്യൻ്റെ ഒരുവൻ്റെ ബന്ധനത്തിനും മോക്ഷത്തിനും കാരണം മനസ്സാണ്. മനസ്സ് ശുദ്ധം അശുദ്ധം എന്നിങ്ങനെ മനസ്സിനെ രണ്ടായി തിരിച്ചിരിക്കുന്നു. അതും അതിലുണ്ട്. അങ്ങനെ മനസ്സിൻ്റെ ശുദ്ധതയും അശുദ്ധവുമായ അവസ്ഥയാണ് നമുക്ക് എല്ലാ സന്തോഷത്തിനും ദുഃഖത്തിനും കാരണം. നമുക്കറിയാം, ശുദ്ധമായ മനസ്സുള്ളവർ നിഷ്കളങ്കരായെന്ന് പറയും. അവർക്ക് കളങ്കമില്ല. അപ്പോൾ കളങ്കമില്ലാത്ത മനസ്സുള്ളവർ എന്നൊക്കെ നമ്മൾ ചിലർ പറയാറുണ്ട്. ശുദ്ധമായ മനസ്സ്, ശുദ്ധ മനസ്കന, ഒരു കളങ്കവും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയും. അത് അവർ ആനന്ദികളാണ്. അവർക്ക് ആനന്ദമാണ്, എപ്പോഴും സന്തോഷമായിരിക്കും, മനസ്സിലൊന്നുമില്ല. വളരെ എന്താ പറയുക, സന്തോഷത്തിൽ അവർ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്നാൽ അശുദ്ധമായ മനസ്സാണെങ്കിലോ ഒരുപാട് വിഷമങ്ങളുള്ളിലോട് ഇങ്ങനെ പിടിച്ച് മനസ്സ് മാറുന്നതിനനുസരിച്ച് അതിൽ വേണം ഇത് വേണം എന്നൊക്കെ വിചാരിച്ച് പല ആഗ്രഹങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന മനസ്സ്. അപ്പോൾ ഒന്നിലും തൃപ്തമല്ലാത്ത മനസ്സ്. മനസ്സിൻ്റെ തൃപ്തിയാണ് ആനന്ദം അല്ലെങ്കിൽ സന്തോഷം. ഈ മനസ്സിന് തൃപ്തി ഉണ്ടാകാനായിട്ട് നമ്മൾ മനസ്സ് അന്വേഷിക്കുന്നത് എപ്പോഴും ആനന്ദത്തെയാണ്. പക്ഷേ ഇവിടെ കാണുന്ന സുഖങ്ങളിൽ ഓരോ സുഖവും സന്തോഷവും കാണുമ്പോൾ മനസ്സ് അവിടെ നിൽക്കും. അതിൽ സന്തോഷം കിട്ടും, സുഖം കിട്ടുന്ന അത് അനുഭവിച്ചുകൊണ്ട് കുറച്ച് നേരമൊക്കെ നിൽക്കും. കുറച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഉയർന്ന സന്തോഷവും സുഖവും കിട്ടുന്ന വസ്തു കാണുമ്പോൾ അതിലേക്ക് മനസ്സ് തിരിയും. മനസ്സ് ഒരു കുരങ്ങിനെ പോലെയാണ്, എപ്പോഴും ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്ന ഒരു കുരങ്ങിനെ പോലെ എന്ന് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞതായിട്ട് കാണാം. അപ്പോൾ മനസ്സിൻ്റെ അവസ്ഥ അങ്ങനെയാണ്, ഒന്നിൽ നിന്ന് ഒന്നിലേക്കുള്ള ഈ ചാട്ടം. അപ്പോൾ മനസ്സ് പക്വമാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെയാണ് യോഗയുടെ പ്രാധാന്യം. യോഗാഭ്യാസങ്ങൾ, അതുപോലെ തന്നെ അഭ്യാസവും അറിവും സമന്വയിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ടിൽ നിന്ന് മനസ്സിനെ ഇരുത്തം വരുത്താൻ സാധിക്കും. പക്വമായ മനസ്സാണ് നമുക്കെല്ലാം ആവശ്യം. നമ്മൾ ആനന്ദത്തിന് വേണ്ടി ഇങ്ങനെ ഓടി നടക്കുക, സന്തോഷം ഇതിലാണെന്ന് വിചാരിച്ചിട്ട്. നമുക്കൊരു ഉദാഹരണം നോക്കാം. ലഡു ഇഷ്ടമുള്ള ഒരാൾ, നമ്മൾ ലഡു കൊടുക്കുകയാണ് ആൾക്ക്. ഒരു ലഡു കൊടുത്തു, കുഴപ്പമില്ല. രണ്ടാമത്തെ ലഡു കഴിച്ചു. മൂന്നാമത്തെ ആകുമ്പോഴേക്കും വേണ്ടാന്ന് തോന്നി തുടങ്ങി. നാലാമത്തെ ആകുമ്പോഴേക്കും പറയും വേണ്ട എന്നുള്ളത്. ലഡു ഒരു വസ്തുവാണ് അല്ലേ? അപ്പോൾ ആനന്ദം ആ വസ്തുവിലാണെങ്കിൽ അവർക്ക് മടുക്കില്ലല്ലോ. ഇനിയും വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതിലല്ല സന്തോഷം. ആ സന്തോഷം ലഡുവിൽ 2-3 കഴിക്കുമ്പോഴേക്കും പൂർണ്ണമായിട്ടത് വേണ്ടെന്നായി. സന്തോഷം അതിൽ ലഡുവിലല്ല, വസ്തുവിലല്ല. സന്തോഷം അവനവനിലാണ്. ഈ അവനവനിലാണ് സന്തോഷം എന്നുള്ള അറിവ് നമ്മൾ ഉറപ്പിക്കാൻ. അതിനുവേണ്ടി യോഗാഭ്യാസങ്ങൾ, അതിനാണ് ശരിക്കും യോഗാഭ്യാസങ്ങൾ. ജ്ഞാനവും അഭ്യാസവും സമന്വയിച്ച് നമുക്ക് യോഗയിലെ ഓരോ ടെക്നിക്കിലൂടെയും ഓരോ അഭ്യാസ രീതിയിലൂടെയും നമുക്കതിനെ ഉറപ്പിക്കാൻ സാധിക്കും. അവനവനിലാണ് ആനന്ദം നമുക്ക് എല്ലാവരും അനുഭവിക്കുന്നവരാണ്. ഇടയ്ക്കെങ്കിലും സുഖവും സന്തോഷവും അനുഭവിക്കാത്തവർ ആരും തന്നെ ഇടയ്ക്കല്ല, ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കൂടുതലായിട്ട് നമ്മൾ അതാണ് അനുഭവിക്കുന്നത്. അത് വരുന്നത് അവനവനിൽ നിന്ന് തന്നെയാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. യോഗാഭ്യാസത്തിലൂടെ ഈ തിരിച്ചറിവിനെ നമുക്ക് ഉറപ്പിക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഓരോ നമുക്ക് മനനം ചെയ്ത് ശ്രവണം, ഏറ്റവും വലിയ അതാണ് ശ്രവണം. ശ്രവിക്കുക, മനനം ചെയ്യുക, അതിനെ ഉറപ്പിക്കുക. ഇത് നമ്മൾക്ക് എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. ആധുനിക യുഗത്തിൽ ഇതിനൊന്നും വലിയ പ്രാധാന്യമില്ല എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ നമ്മളൊക്കെ ഇതൊക്കെ കുറച്ചെങ്കിലും അറിയുന്ന വ്യക്തികളാണ്. നമ്മൾ അഭ്യസിച്ച് മനസ്സിലാക്കി ഇതുകൊണ്ട് നമ്മുടെ ജീവിതം ആനന്ദപ്രദമാക്കാൻ എന്ന അറിവ് നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. അതുപോലെ ഒരുപാട് യോഗ അഭ്യസിച്ച് ഒരുപാട് ക്ലാസ്സിൽ വരുന്ന ഒരുപാട് പേർക്ക് അതൊരു വലിയൊരു എന്താ പറയുക വഴിത്തിരിവാണ് യോഗ. നമ്മുടെ ജീവിതാനുഭവങ്ങളെ നമുക്ക് കൃത്യമായി അത് ജീവിതത്തെ ആസ്വദിക്കാൻ, ആനന്ദം കൈവരാനായിട്ട് ഇതിലൂടെ അഭ്യാസങ്ങളിലൂടെ സാധിക്കുന്നു.
ഇത് എല്ലാവരും അറിഞ്ഞിരിക്കുക. ആനന്ദം അവനവനിലാണ്, വസ്തുവിലല്ല എന്നുള്ളത്. എല്ലാവർക്കും ആനന്ദം നിറഞ്ഞ ആനന്ദകരമായ നിമിഷങ്ങൾ ആശംസിച്ചുകൊണ്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു.